സൂര്യ കോമഡിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് വിസാറ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ക്യാമ്പസിൽ തന്നെയാണ് ഇവരുടെ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മൾ പ്രോഗ്രാം ചെയ്തത്. ഇപ്പോൾ എഞ്ചിനീയറിംഗിലെ സ്റ്റുഡൻസ് ആണ്, അവരൊക്കെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ഏതായാലും അങ്ങോട്ടത് പോവാം. കമാ. ബോക്സിങ് അത് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയിട്ടില്ല. കളരിപ്പയറ്റ് അത് പഠിച്ചിട്ടേ ഇല്ല. ആകെ അറിയാവുന്ന നല്ല നാടൻ തല്ലാണ്. അത് കുറേ പേരെ ഇടിച്ചിട്ട് പല്ലെല്ലാം എടുത്ത് ഒരു ഹോർലിക്സ് കുപ്പിയിൽ ഞാൻ വിട്ടിട്ടുണ്ട്. ഇത്ര ഉണ്ടാ കുപ്പി. ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ, രാവണ പ്രഭുവിൽ ലാലേട്ടൻ പറയുന്ന ഡയലോഗാണ്. ഇതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരെത്ര പേര് ഇനി കളരിപ്പയറ്റ് പഠിക്കുമോ ബോക്സിങ് പഠിക്കുമോ എന്താണ് നമുക്ക് നോക്കാം. വിസാറ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളുടെ കൂടെയാണ് ഞാനിന്ന്. ഒരുപാട് കുട്ടികളുണ്ട്. ഇതിൽ എല്ലാവരെയും ഞാൻ പങ്കെടുപ്പിക്കണമെന്ന് നോക്കട്ടെ. ആദ്യം തന്നെ ഒരാളെ വിളിക്കുകയാണ്. വരുമോളെ, എന്താണ് മോളുടെ പേര്? എൻ്റെ പേര് എൽന. അപ്പോൾ നല്ലൊരു പാട്ടിലങ്ങ് തുടങ്ങിക്കൂടെ? മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா, ഉരുകിയതേ നെനതുള്ളം പിരുകിയതേ വിഴിവെള്ളം, വിണ്ണോടും നീതാൻ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ വാ. സൂപ്പർ. ഇനി നമുക്ക് ആ ഡയലോഗിലേക്ക് പോവാം അല്ലേ? ആക്ഷൻ. ബസ്കിംഗ് അത് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ അത് എനിക്ക് വലിയ പിടുത്തമില്ല. കളരിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. പിന്നെ അറിയാവുന്നത് നാടൻ തല്ല, അത് ഒരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തത് കൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ കുറെ പേരുടെ പല്ല് ഇടിച്ച് വീട്ടിൽ ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ഹോർലിക്സ് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും വരും അല്ലേടാ ഉണ്ണി? അത്രയും വലിയ ഹോർലിക്സ് കുപ്പി ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വലിയ. ഓക്കെ, താങ്ക് യു, നന്നായിരുന്നു. വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് നല്ല മനോഹരമായ പാട്ടുമായിരുന്നു. ഇനി നമുക്കൊരു ബോയെ വിളിക്കാം. എന്താണ് പേര്? അശ്വിൻ. ആക്ഷൻ. ബോക്സിംഗ് അത് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ കരാട്ടെ അത് കരാട്ടെ പേരെന്താ? ഇങ്ങനെയൊക്കെ സുഖം. കരാട്ടെ പഠിക്കാൻ ടൈം കിട്ടിയില്ല. പിന്നെ കളരിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ ടൈം കിട്ടിയില്ല. അതും ടൈം കിട്ടിയില്ല. ഇല്ല. പിന്നെ ആകെ അറിയുന്ന കുറച്ച് നാടൻ തല്ല, പക്ഷെ അതിന് ഗപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ കുറെ പേരെയൊക്കെ ഇങ്ങനെയുള്ളവരെയൊക്കെ തല്ലി അതിന്റെ കുറെ പല്ലൊക്കെ വീട്ടിരിപ്പുണ്ട്. ഒരു ഹോർലിക്സ് കുപ്പി, ഒരു ഹോർലിക്സ് കുപ്പി ഇത്ര ചെറുതാ. ശരി, പോക്കട്ടെ. എന്നാ ശരി, ഓട്ടോ. താങ്ക് യു. എന്തോ അടുത്തത് ഞാൻ ഇപ്പം തന്നെ എന്നെ നിങ്ങൾ വിളിക്കൂ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നിൽക്കുകയാണ്. വരുമോളെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്റെ മറവി നിൽക്കാനല്ല പറഞ്ഞു, ഇങ്ങോട്ടേക്ക്. എന്താണ് പേര്? നമിത. എവിടെ വീട്? എവിടെ? പത്തനംതിട്ട. ആക്ഷൻ. കരാട്ടെ അത് ഞാൻ പഠിച്ചിട്ടില്ല. ഇത് വളരെ സങ്കടത്തോടെയാണോ പറയുന്നത്? ഇച്ചിരി മാസായിട്ടൊക്കെ പറ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ അത് പിന്നെ പഠിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ആരോ പേടിപ്പിച്ച് പറയുന്നതൊക്കെയുണ്ട്. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ ബോക്സിംഗ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. ഇത് ക്ലാസിക് അല്ലേ കാണിച്ചത്? ഓക്കെ, പറ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ അത് പിന്നെ പഠിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. കളരിപ്പയറ്റ് അത് പിന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നു, അതിനും ടൈം കിട്ടിയിട്ടില്ല. ആകെ അറിയുന്ന നല്ല നാടൻ തല്ലാണ്. അതിൽ കുറച്ചേരൊക്കെ ഇടിച്ച് കുറച്ച് പല്ലൊക്കെ തറപ്പിച്ചിട്ടുണ്ട്. ഒരു ഹോർലിക്സ് കുപ്പിയിലിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അല്ലട ഉണ്ണി, അല്ലട ഉണ്ണി. ശരി, പൊക്കോളൂ. ചുറ്റിക്കറങ്ങിട്ട് സമയമുണ്ടേ ക്ലാസ്സിൽ കയറ. എന്താണ് പേര്? നേഹ. എവിടെയാണ്? പിറവ്. ആക്ഷൻ. ബോക്സിംഗ് അതെനിക്കറിയില്ല.
ബോക്സിംഗ് അതെനിക്ക് അറിയില്ല. കരളിപ്പ ഒളരിയിലെ മുരളി കളരി പഠിച്ചു. മുരളിയല്ല, ഒളരി. ഒളരി സ്ഥലമാണ്. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. പെട്ടെന്ന് 3 പ്രാവശ്യം പറ. ഒളരിയിലെ മുളരി. മുളരി അതേത് പേര്? മുരളി. ഓ, ഇടിവെട്ടിയവരെ പാമ്പ് കടിച്ചു. ഒരളിയിലെ ഒളരി. ഒളരി. വ്യക്തമായിട്ട് കേട്ടോ ഈ ചേച്ചി പറയുന്നത്, അല്ല ഈ ഫ്രണ്ട് പറയുന്നത്. ഒരളിയിലെ മുരളി കരളി പഠിച്ചു. അടിപൊളി. പറ. ഒരളിയിലെ ഒളരി. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഓക്കെ, മതി. ഇനി ബാക്കി ഡയലോഗ് പറഞ്ഞു. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ബോക്സിംഗ് അതെനിക്കറിയില്ല. കളരി അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി, പക്ഷെ നടന്നില്ല. കരാട്ടെ പഠിക്കണമെന്നുണ്ടായി, പക്ഷെ സമയം കിട്ടിയില്ല. ആകെ അറിയാവുന്ന കുറച്ച് നാടൻ തല്ലാണ്. അത് കോമ്പറ്റീഷൻ അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് കുറെ പേരെ പല്ലൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനൊരു ഹോർലിക്സ് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് വീട്ടിൽ. അതെത്രയുണ്ട്? എന്താടാ പേരെന്താണ്? ശിവപ്രസാദ്. എവിടെ? നാട് എവിടെ? ഇവിടെ വെളിയന്നൂർ. ആക്ഷൻ. ബോക്സിംഗ് അതിനാ പഠിച്ചിട്ടില്ല. കളരി അത് പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. പിന്നെ കരാട്ടെ അത് പഠിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അതും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ആകെ അറിയാവുന്നത് നാടൻ തല്ല്. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തത് കൊണ്ട് അതിന് പ്രൈസ് ഒന്നും കിട്ടിയില്ല, കപ്പൊന്നും കിട്ടിയില്ല. സോ അത് വെച്ചിട്ട് ആൾക്കാരുടെ പല്ലൊക്കെ ഇടിച്ച് തെറിപ്പിച്ച്. ഏത് വെച്ചിട്ട്? കളരി അല്ല, നാടൻ തല്ല് വെച്ച്. ആൾക്കാരെ പല്ലൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത്ര ഒരു ഹോർലിക്സ് കുപ്പിക്കകത്ത് വെച്ചിട്ട്. എന്റെ അമ്മോ, തകർത്തു. ഈ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയുന്ന ഇതാ. ഇനി നമ്മുടെ വേദിയെ പ്രകമ്പനം കൊള്ളിപ്പിക്കാൻ വരുന്നു മിസ്റ്റർ ആദിത്യൻ. ബോക്സിംഗ് അത് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ അത് ഞാനാണെങ്കിൽ പഠിക്കണം എന്നുണ്ടായിരുന്നു, സമയം കിട്ടിയില്ല. പിന്നെ കളരിപ്പയറ്റ് അതാണെങ്കിൽ എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാവുന്ന നല്ല നാടൻ തല്ല, അതാണെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ കുറെ എണ്ണത്തിന് പല്ലിടിച്ച് ചേർപ്പിച്ചിട്ടുണ്ട് ഞാൻ വീട്ടില്. അപ്പൊ വീട്ടിൽ കുറെ പല്ലടപ്പുണ്ട്, അതൊരു ഹോർലിക്സ് കുപ്പി വെച്ചിട്ടുണ്ട്. അല്ലാടെ ഉണ്ണി ഇത്ര ഉണ്ടാകും സൈസ്. വെരി ഗുഡ്. ഓക്കെ, ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ്. ട്വിൻസ് ആണ് അവർ. ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ടീച്ചേഴ്സിനെയാണ്, രണ്ടുപേരെ. പ്ലീസ് വെൽക്കം ടീച്ചേഴ്സ്. എന്താ പേരെന്താ ടീച്ചർ? പേര് ഷീജ ഭാസ്കർ. ഞാൻ മാത്തമാറ്റിക്സിന്റെ ടീച്ചറാണ്. ഓക്കെ. ഷീന ഭാസ്കർ മാത്തമാറ്റിക്സിന്റെ ടീച്ചറാണ്. ഓക്കെ. ഷീജ ടീച്ചറാണ് ആദ്യം ഡയലോഗ് പറയും, നമുക്ക് നോക്കാം. ബാസ്കിങ് അത് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ അത് പഠിക്കണം എന്ന് പറഞ്ഞാൽ കുറേ നാളായി നടന്നു, പക്ഷെ സാധിച്ചില്ല. പിന്നെ ഗളരിപ്പയറ്റ് അത് പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ വശമുള്ള നല്ല നാടൻ തല്ല, അതിന് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ കുറെ പേരുടെ പല്ലിടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം വീട്ടിലെ ഹോർലിക്സ് കുപ്പിയിൽ കിടപ്പുണ്ട്. അല്ലടാ ഉണ്ണി, ഇത്രയുണ്ട് കുപ്പി. അടിപൊളി, സൂപ്പർ. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അപ്പൊ ഷീന ടീച്ചറിന്റെ പെർഫോമൻസ് ആണ് അടുത്തത്. ബാസ്കിങ് അത് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കളരിപ്പയറ്റ് അത് പഠിക്കണം എന്ന് ഓർത്തു, പക്ഷേ ടൈം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാവുന്ന നല്ല നാടൻ തല്ലാണ്. അത് കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് അതിന് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് കുറെ പേരുടെ പല്ല്, അത് ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് വലിയൊരു കുപ്പിയിൽ. അല്ലട ഉണ്ണി, ദാ ഇത്രയും വരും അത്. സന്തോഷായില്ലേ? നമ്മളുടെ പേര് ഫാത്തിമ മിന്നത്ത്. ഫാത്തിമ എവിടെയാണ്? നാട് എവിടെയാണ്? ഇടുക്കി. ഏതിനാ പഠിക്കുന്ന? സിവില്. ആക്ഷൻ. ബാസ്കിങ് അത് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ അത് പിന്നെ പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. കളരിപ്പയറ്റ് അതും പഠിക്കണമെന്നുണ്ടായിരുന്നു, അതിനും നോക്കിയില്ല. പിന്നെ ആകെ അറിയാവുന്ന കുറച്ച് നാടൻ തല്ല, അത് വെച്ച് കുറെ പേരെ പല്ലടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലിരിപ്പുണ്ട് അതൊരു ഹോർലിക്സ് കുപ്പിയില്. ഹോർലിക്സ്. എത്രയുണ്ട് കുപ്പി? ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെയായിരിക്കും.
എന്താ പേരെന്താണ്? അലക്സ്. അലക്സ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ S4EC. നാട്? തൊടുപുഴ. ആക്ഷൻ. ബോക്സിംഗ് അത് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ അത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ കളരിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ടൈം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാൻ നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ആകെ അറിയാൻ നല്ല എന്താ നമ്മുടെ പേര്? പിന്നെ പല്ലിടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് കുറെ പേരുടെ. അതെല്ലാം പെറുക്കി കൂട്ടി വീട്ടിൽ ഹോൾ സ്കൂപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഉണ്ണി ഇത്രയും പേര്. ഏതാ ഉണ്ണി? ഏതാ? ഞാൻ പോകുന്നു. ബൈ ബൈ. ഒരാൾ മാർഷൽ ആർട്ട് അറിയാവുന്ന ഒരാൾ എൻ്റെ ബാക്കിൽ നിൽപ്പുണ്ട്. അദ്ദേഹം കളരിയിലെ ഉസ്താദാണ്. ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിക്കുകയാണ്. വരൂ. പേരെന്തായിരുന്നു? രോഹിണി. രോഹിണി. ഇവിടെ ഏത് ഞാൻ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. അതെ. ഇത് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട വല്ല അവസ്ഥകളും വന്നിട്ടുണ്ടോ കളരി? നിലവിൽ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഒരു അവസരം വന്നാൽ പ്രയോഗിക്കും. വെരി ഗുഡ്. കൊള്ളാം, എവനാള് കൊള്ളാം. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ പഠിക്കണമെന്ന് എനിക്കങ്ങനെ ആഗ്രഹം തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് പഠിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് കളരിപ്പയറ്റാണ്. അത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് വെച്ച് ആരുടെയും പല്ലടിച്ച് കൊടുപ്പിക്കാനൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ബട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. കാരണം നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ്, ഡ്രഗ്സ് വയലൻസ് ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇത് ആവശ്യം വരുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും പഠിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? എന്താണ് പേര്? മൽഹ. മൽഹ. നല്ല പേരാണ്. അതിന്റെ അർത്ഥം എന്താണ്? ക്വീൻ. ക്വീൻ. ഓക്കെ, നൈസ്. എവിടെയാണ് നാട്? വൈക്കം. ആക്ഷൻ. ബോക്സിംഗ് അത് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. കളരിപ്പയറ്റ് അതും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാവുന്ന കുറച്ച് നാടൻ തല്ലാണ്. അതിന് ഗപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്, കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ചുപേരുടെ പല്ലൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലൊരു ഹോർലിക്സ് സൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഇത്രയും വലുത്. കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. ഇവിടെ എല്ലാരും പറഞ്ഞു അദ്വൈത് നല്ലൊരു സിംഗർ കൂടിയാണ്. അത് മനോഹരമായി പാടും. കളിയാക്കി പറയുന്നത്. അത് കുഴപ്പമില്ല, നീ എനിക്ക് വേണ്ടി എന്തായാലും പാട്. പറഞ്ഞല്ലേ? നില പൈതലേ മിഴിനീർമുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോൽ അഴകോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവു പോലെ നീ അരികിൽ നിൽപ്പൂ അണയാം കാന്തമായി. താങ്ക് യു. അടിപൊളി. നല്ല പാട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നല്ലോണം പാടും. നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം അല്ലേ? ലാലേട്ടൻ പിടിക്കണം. ലാലേട്ടൻ പിടിച്ചോ. എങ്ങോട്ടാ? ഈ സൈഡ്. നിനക്ക് ഇഷ്ടം, നിനക്ക് ഏതാ വാക്ക്? റെഡി, ഓക്കെ. ആക്ഷൻ. ബാസ്കിംഗ് അത് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ അത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ കളരിപ്പയറ്റ് അതൊരു കോമ്പറ്റീഷൻ അല്ല, സാധനം മാറിപ്പോയി. പിന്നെ കളരിപ്പയറ്റ് അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ അറിയാവുന്ന നല്ല നാടൻ തല്ലാണ്, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ട് പലരുടെയും പല്ല്. അവിടെ കണ്ടാവും ആരെങ്കിലും ഒക്കെ പല്ല് കൊറേ ആൾക്കാരെ പല്ലിട്ട്. അത് ഓർലിക്സ് സൂപ്പിയിലാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട്. വന്നാ കാണിച്ചുതരാം. കൊറേ ഉണ്ട്. കുപ്പി ചെറുതാ, അത്ര വലുതല്ല. അതിന് മാത്രം സമയം കിട്ടിയില്ല. കൊള്ളാം, അരങ്ങേറ്റം അസലായി. നിരഞ്ജൻ. കൗതുക ലേശം കൂടുതലാണ്. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ ഒരാളെടുത്ത് വളരെ മാസായിട്ട് പറയുന്ന ഡയലോഗാ. ചിരിച്ചോണ്ട് പറയുന്നതല്ല. ലാലേട്ടൻ ഭയങ്കര മാസായിട്ട് അങ്ങോട്ട് ആക്കി നീ അങ്ങോട്ട്. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കളരിപ്പയറ്റ് പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല്. അതിന് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ചിലവരുടെയൊക്കെ പല്ലിടിച്ചെറുപ്പിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് വീട്ടില്. അത് ഹോർലിക്സ് ഉപ്പ് ഇത്രയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി മാത്രമല്ലേ. Many more happy returns of the day.
താങ്ക്സ്. ഒരു താങ്ക്സിനൊന്നും ഒരു ഇതില്ലല്ലോ. അപ്പൊ തുടങ്ങാം നമുക്ക്. ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ ഒന്നും കാണിക്കരുത് കേട്ടാ. റെഡി, ആക്ഷൻ. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ട ഒട്ടും പഠിച്ചിട്ടില്ല. കർലിപ്പയറ്റ് പഠിക്കാൻ സമയവും കിട്ടി. ആ പൈറ്റ് പഠിക്കാൻ സമയവും കിട്ടിയിട്ടില്ല. കളരിപ്പയറ്റ്. ആ അത് പറ. പൈറ്റ് പഠിക്കാൻ സമയം കളരിപ്പയറ്റ് പറടാ. ആള് നല്ല മിടുക്കനാ, എന്നെ പോലെ സ്മാർട്ട്. കലരിപ്പയറ്റ് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ ആകെ അറിയാവുന്ന നാടൻ തല്ല. അത് കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് കപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചെറുതൊക്കെ പല്ല് ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വീട്ടിലൊരു ചെറിയ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഓളിക്സ് കുറച്ച് പേര്. ഇത്രയുള്ള ഓളിക്സ് കുപ്പി ഉണ്ടോ? അല്ല. എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. പേരെന്തായിരുന്നു? ഗൗരി നന്ദന. ഏതിനാ പഠിക്കുന്നത്? CSS4. അത് മറന്നു. ആക്ഷൻ. ബോക്സിംഗ്. അയ്യോ വിറയ്ക്കണ ഞാൻ. ബോക്സിംഗ് ഒക്കെ ബോക്സിങ്ങിന് പോകുന്നത് വിറയ്ക്കാൻ പാടില്ല. ബോക്സിംഗ് എനിക്കറിയില്ല. ഇത് പെണ്ണുകാണാൻ വീട്ടിൽ ചെന്നാണ് ബോക്സിംഗ് എനിക്ക് അറിയില്ല. ബോക്സിംഗ് അറിയില്ലെങ്കിൽ ചിരിച്ചിട്ട് കളിന്നുള്ള പോലെ. ഞാൻ ഒരാളെ വിളിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്ന കരയെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ വന്നറിഞ്ഞില്ല. ഓക്കെ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ ഞാൻ പറയാം. വേണ്ട, കളിയാക്കണ്ട. ഹൈഡ്രോസിന്റെ പഴയ സ്വഭാവം പഠിപ്പിക്കല്ലേ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. കളരിപ്പയറ്റ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സമയം കിട്ടിയില്ല. ആകെ അറിയാവുന്ന കുറച്ച് എന്തായാലും നാടൻ തല്ല്. അതൊരു കോമ്പറ്റീഷൻ കാരണം കപ്പൊന്നും കിട്ടിയിട്ടില്ല. കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് കപ്പൊന്നും കിട്ടിയിട്ടില്ല. കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് കപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ തല്ലാനൊക്കെ പോയിട്ട് പല്ലൊക്കെ അടിച്ച് മറ്റേ എന്താ കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. വീട്ടിലിരിപ്പുണ്ട്. ഇത്ര ചെറിയൊരു കുപ്പി. എല്ലായിടും ഉണ്ടി അല്ലേ. സുഗേഷ്. ആക്ഷൻ. സോ ബോക്സിംഗ് എനിക്ക് അറിയത്തില്ല. പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ കളരിക്കും പോയിട്ടില്ല, ഒന്നിനും അങ്ങനെ പോയിട്ടില്ല. കരാട്ടയ്ക്കും പോയിട്ടില്ല. പിന്നെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. സോ അകപ്പാടെ സമയം കിട്ടിയതും ആവശ്യമായിട്ട് വന്നതും കുറച്ച് നടത്തലും മാത്രമാണ്. അപ്പൊ അതിന് കുറെ പേര് ഇങ്ങോട്ട് വന്നത് കൊണ്ടും കുറെ പല്ലുകൾ കിട്ടിയിട്ടുള്ളത് കൊണ്ടും എല്ലാം കൂടെ ഒരു ചെറിയൊരു ഹോർലിക്സ് കുപ്പിക്കകത്ത് ആകുന്നു. ഇനി അടുത്തൊരു കുപ്പി എടുക്കുന്നു. അപ്പൊ ഇത് തന്നെ തൊഴില്. ഇതിനിടയ്ക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ, ശരി. ഈ എന്നാണ് എന്റെ ആൺകുട്ടിയെ കേട്ട നമ്മളെ കുറുപ്പിനൊരു ബമ്പർ. എന്താണ് മോളുടെ പേര്? അനീന മരിയ സുനിൽ. തുടങ്ങിയാലോ? അയ്യോ, ബോക്സിംഗ് ചെയ്ത നിങ്ങളാണ്. അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. റെഡി, ആക്ഷൻ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ. ശരി. അപ്പൊ ഞമ്മക്കിട്ട തോട്ടിയാണല്ലേ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ പഠിക്കാൻ പോകാൻ ടൈം കിട്ടിയില്ല. പിന്നെ കളരിപ്പയറ്റ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി, പക്ഷെ അതിനും ടൈം കിട്ടിയില്ല. പിന്നെ ആകെ അറിയുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് ഗപ്പും കിട്ടിയില്ല. കുറെ പേരെ തല്ലി പല്ല് തീർപ്പിച്ചിട്ടുണ്ട്, വീട്ടില് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കുപ്പിയാ. എന്തിനാണ് കുപ്പിയിലാക്കി ഇവിടെ വെച്ചിരിക്കുന്നത്? കാണിക്കാൻ. ആരെ? എല്ലാവരും കാണിക്കാൻ. ശരിയല്ല. ഓക്കെ. ഇതേതാണ്ട് അവള് കേറി പോവണ്ട. എന്താ പേര്? പ്രഥം. മലയാളിയല്ലേ? മലയാളി ഇല്ല, ശരിക്കും മലയാളി അല്ല. മലയാളം അറിയാം. അറിയാം. നാട് എവിടെയാണ്? കോഴിക്കോട്. പഠിക്കുന്ന ഇവിടെ S2CSE ഇവിടെയാണെന്നറിയാം. ഓക്കെ, തുടങ്ങാം. പൊളിച്ചങ്ങോട്ട് അടുക്കങ്ങോട്ട്. ആക്ഷൻ. ബോക്സിങ് അതെനിക്കറിയില്ല. കരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായി, പക്ഷെ പഠിച്ചില്ല. പിന്നെ കളരിപ്പയറ്റ് പഠിക്കണം തോന്നിയത്, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. ആകെ അറിയുന്ന നാടൻ തല്ലാണ്. അത് വെച്ച് കുറെ ആൾക്കാരുടെ പല്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അത് വീട്ടിലുണ്ട്, ഒരു കുപ്പി സൂക്ഷിച്ചു വെച്ച്. എല്ലാടെ ഉണ്ണി ഇത്ര വലിയ കുപ്പിയാണ്. റെഡി, ആക്ഷൻ. മാക്സ്. എന്തായിരുന്നു? ബോക്സിംഗ്. ബോക്സിംഗ് എനിക്കറിയില്ല. കരാട്ടെ അത് പഠിച്ചിട്ടുമില്ല. കളരിപ്പയറ്റ് പഠിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ അറിയാവുന്ന കുറച്ച് നാടൻ തല്ല. അത് കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്ത കാരണം കപ്പൊന്നും കിട്ടിയിട്ടില്ല. വീട്ടില് മറ്റേ ഇടിച്ചിട്ട് കൊറേ പേരുടെ പല്ലൊക്കെ ഇടിച്ചിട്ട് ഒരു ഹോളി സൂപ്പിലാക്കിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ശരി എന്നാ. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടാ. ബോക്സിംഗ് അങ്ങോട്ട് തുടങ്ങി. റെഡി, ആക്ഷൻ.
ബോക്സിങ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. കറാട്ടയും ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ, സമയം കിട്ടിയില്ല. പിന്നെ കളറി പഠിക്കാൻ ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്ന നാടൻ തല്ല്, ആകെ അറിയാവുന്ന നാടൻ തല്ലാണ്. അതെ, നാടൻ തല്ല്. നാടൻ തല്ല് അത് കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ആ കപ്പൊന്നും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറെ ആൾ അടിച്ചിട്ടുണ്ട്, അവരൊക്കെ പള്ളൊക്കെ കിട്ടി. അത് ടൂത്ത് ഫെയറി വേണ്ടിട്ട് തരാൻ വേണ്ടിട്ട് കുപ്പിയിലിട്ടിട്ടുണ്ട്, ഹോർലിക്സ് കുപ്പി. അത് വീട്ടിലുണ്ട് അല്ലേ ഉണ്ണി? അതെ. കേട്ടോ കേട്ടോ, ഇവനാണ് ആക്ഷൻ. ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. കളരിപ്പയറ്റ് പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാവുന്നത് കുറച്ച് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തതുകൊണ്ട് കപ്പൊന്നും കിട്ടിയില്ല. പിന്നെ അത് വെച്ചിട്ട് കുറെ ആൾക്കാരെ തല്ലിയിട്ടുണ്ട്. അവരുടെ പല്ല് ഒരു ഹോർലിക്സ് കുപ്പിയിലാക്കി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലേടാ ഉണ്ണി? ആക്ഷൻ. ബാസ്കിങ് പഠിച്ചിട്ടില്ല. കരാട്ടെ പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പിന്നെ കളരിപ്പയറ്റ് അതന്നെയാണ്, ഒട്ടും സമയം കിട്ടിയില്ല. പിന്നെ ആകെ കൂടി അറിയാവുന്ന കുറച്ച് നാടൻ തല്ലാണ്. അത് വെച്ച് കുറച്ച് പേർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പല്ലൊക്കെ എടുത്ത് ഹോർലിക്സ് കുപ്പിക്കകത്ത് ആക്കിയിട്ടുമുണ്ട്. എത്രയുണ്ട് വീട്ടിലുണ്ട്. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. അത് നിർത്താൻ 3 പ്രാവശ്യം പറഞ്ഞാൽ പോവാം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ബ്ലഡ് അല്ല, ബ്ലഡ്. ഓക്കെ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പ്രളയം. ബ്ലഡ് പ്രളയം. ഓക്കെ. ഇത്രയും പക്വതയും ശുഷ്കാന്തിയുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ? അടിപൊളിയായിരുന്നു. നന്നായിരുന്നു. ഓക്കെ. എവിടെ നമ്മളുടെ വീട്? എറണാകുളത്ത്. എന്തോ ആലോചിക്കുന്ന പ്രോസസിംഗ് ആവുന്നു. ഏതാ പഠിക്കേണ്ട ഏതിനാണ്? മറ്റേ പ്രോസസ് ചെയ്തിട്ടിരിക്കുകയാണ്. പഠിക്കുന്ന ഏതിനാണ്? CSE. തുടങ്ങാം. റെഡി? ഇതാണ് ക്യാമറ. ആക്ഷൻ. ഫസ്റ്റ് ഡയലോഗ്. ബോക്സിംഗ്. ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാട്ട അത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പഠിക്കാൻ സമയം കിട്ടില്ല. പിന്നെയുള്ളത് കളരിപ്പയറ്റ്, അതും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല്. അതൊരു കോമ്പറ്റീഷനിലും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കപ്പൊന്നും കിട്ടിയില്ല. കുറെ പേരെ അടിച്ച് വീട്ടിൽ കുറച്ച് പല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഹോർലിക്സ് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അല്ലേടാ ഉണ്ണി? അപ്പോ ഇവിടെ തുടക്കം തന്നെ വന്ന് മനോഹരമായി ആക്ട് ചെയ്യുകയും മനോഹരമായി തന്നെ പാടുകയും ചെയ്ത എൽനയ്ക്കാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ്. മോസ്റ്റ് കസ്റ്റമർ പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു സമ്മാനം. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു സ്വർണ്ണ കിരീടം. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നത് പ്രഥം വരും. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. മറിയാസ് നാച്ചുറൽസ് നൽകുന്ന ഒരു ഹാമ്പർ കിറ്റ്. യെസ്. അപ്പം വിസാറ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ കുട്ടികളെല്ലാം എന്താണ് വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അപ്പം നമുക്ക് സമയമായി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അടുത്ത മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെയും ഗുഡ് ബൈ.